നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ. ബാങ്ക് വിളികളിൽ അമിത ശബ്ദം ഒഴിവാക്കണമെന്ന് SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരി. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശേക്കാമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. രാജ്യത്തെ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിലെ നസ്രാമിൽ ഇന്ന് തുടക്കമാകും. രാഹുൽ ഗാന്ധിക്കൊപ്പം തേജസ്വി യാദവും ചേരുന്ന യാത്ര 12 ദിവസം കൊണ്ട് 1300 കിലോമീറ്റർ പൂർത്തിയാക്കും. സെപ്റ്റംബർ 1 പാറ്റ്നയിലാണ് വോട്ടർ അധികാർ യാത്രയുടെ സമാപന റാലി. വോട്ടർ പട്ടിക സുതാര്യമാക്കാനുള്ള എല്ലാ നിർദ്ദേശവും സ്വാഗതം ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയ ശേഷമാണ് അന്തിമരൂപം നൽകുന്നത്. ഡിജിറ്റലായും കരട് വോട്ടർ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ സമയത്ത് ഇത് പരിശോധിച്ചില്ലെന്നാണ് വ്യക്തമാകുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനൊരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കും. 3 മണിക്കാണ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുക. വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ആണ് വിവരങ്ങൾ. വോട്ടർ പട്ടിക സുതാര്യമാക്കാനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും ഇതിന്റെ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ കെട്ടിവയ്ക്കുന്നത് എന്തിനെന്നും കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. വോട്ടർ പട്ടിക സുതാര്യമാക്കാനുള്ള എല്ലാ നിർദ്ദേശവും സ്വാഗതം ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ പിന്നാലെയാണ് KC വേണുഗോപാലിന്റെ പോസ്റ്റ്. എന്തുകൊണ്ട് ഇലക്ട്രോണിക് പട്ടികയും CCTV ദൃശ്യങ്ങളും കമ്മീഷൻ നൽകുന്നില്ലെന്നും KC വേണുഗോപാൽ പോസ്റ്റിൽ ചോദിക്കുന്നുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം 30 വരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവധിയില്ല. അവധി ഒഴിവാക്കി തുറന്നു പ്രവർത്തിക്കണമെന്നും ഗ്രാമപഞ്ചായത്തുകളോടും നഗരസഭാ ഓഫീസുകളോടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാസം 30 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശന് രൂക്ഷ വിമർശനവുമായി കാത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ. വെള്ളാപ്പള്ളി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ വിവാദ പരാമർശങ്ങൾ ആവർത്തിക്കുന്നുവെന്ന് ഫാദർ ഫിലിപ്പ് കവീൽ പറഞ്ഞു. തുടർച്ചയായി വർഗീയ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ വീണ്ടും വിമർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമമെന്നും സംഘപരിവാറിന്റെ നാവായി വെള്ളാപ്പള്ളി നടേശൻ മാറുന്നുവെന്നും പ്രത്യക്ഷത്തിൽ വെള്ളാപ്പള്ളിയും പരോക്ഷമായി CPIM സംഘപരിവാർ അജണ്ട നടപ്പാക്കുമെന്നും VD സതീശൻ വിമർശിച്ചു. CPMനെതിരെ ആരോപണങ്ങളുമായി സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് ജോസ് പ്രാമ്പാനിയെ ഒറ്റപ്പെടുത്തുന്ന നടപടി അപലപനീയമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന നിരുത്തരവാദപരവും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും അസ്വസ്ഥത ജനിപ്പിക്കുന്നതുമാണെന്നും സീറോ മലബാർ സഭ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. അനധികൃത സ്വത്ത് സംഭാവന കേസിൽ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കിയ വിജിലൻസ് കോടതി വിധി മുഖ്യമന്ത്രിക്കുള്ള തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ADGP അജിത് കുമാറിനെ വഴിവിട്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുമെന്നാണ് കോടതി പരാമർശത്തിലൂടെ വ്യക്തമായെന്നും സതീശൻ തുറന്നടിച്ചു. കേരളത്തിൽ നടക്കുന്നത് നാഥനില്ലാ ഭരണമെന്ന് രമേശ് ചെന്നിത്തല. ഒരു വകുപ്പിനും ഉത്തരവാദികളില്ല. ആഭ്യന്തര വകുപ്പ് ആരോ അദൃശ്യനായി ഭരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതായി വിജിലൻസ് മാനുവൽ അട്ടിമറിച്ചുവെന്നും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ശരിവയ്ക്കാനുള്ള അംഗീകാരമില്ലെന്നും വിജിലൻസ് കേസുകൾ കോടതിയാണ് റിപ്പോർട്ട് അംഗീകരിക്കേണ്ടതെന്നും രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലയണൽ മെസ്സിയും നവംബറിൽ കേരളത്തിലെത്തുമെന്ന് ആവർത്തിച്ച് കായികമന്ത്രി V അബ്ദുൾ റഹ്മാൻ. പാലക്കാട് CPMൽ കൂട്ടരാജി. CPM പാലക്കാട് വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റിയിലാണ് നേതാക്കളുടെ കൂട്ടരാജി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും 4 അംഗങ്ങളും രാജി പ്രഖ്യാപിച്ച് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചിറ്റയം ഗോകുമാറിനെ CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത് വിഭാഗീയ രൂക്ഷമായ ജില്ലയിൽ സമവായം എന്ന നിലയ്ക്കാണ് ചിറ്റയത്തെ നേതൃത്വം തീരുമാനിച്ചത്. എറണാകുളം ചേറായി ബീച്ചിൽ ആനയുടെ ജഡം കണ്ടെത്തി. ഇന്നലെ വൈകിട്ട് 4:30 മണിയോടെയായിരുന്നു ആനയുടെ ജഡം പ്രദേശത്തുള്ള ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പ്രദേശവാസികൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഒഴിവാക്കാൻ അതീവ ജാഗ്രത പുലർത്തണമെന്ന് KSEB അറിയിച്ചു. കാറ്റിലും മഴയിലും മരക്കൊമ്പുകൾ ഒടിഞ്ഞുവിടാൻ സാധ്യതയുള്ളതിനാൽ വൈദ്യുതി ലൈനുകൾ പൊട്ടിക്കിടക്കാനോ താഴ്ന്നു കിടക്കാനോ സാധ്യതയുണ്ട്. പാമ്പാടിയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂൾ മതിൽ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 3 വയസ്സുള്ള കുഞ്ഞു മരിച്ചു. ദില്ലിയിൽ സ്ഥിരതാമസമാക്കിയ മല്ലപ്പള്ളി സ്വദേശികളായ ട്യൂനു മെറിൻ ദമ്പതികളുടെ മകൻ കിത്ത് തോമസ് ആണ് മരിച്ചത്. മെറിന്റെ സൗകര്യയുടെ കുഞ്ഞിന്റെ മാമോദീസ് ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയാണ് അപകടം ഉണ്ടായത്. മലപ്പുറം നിലമ്പൂരിൽ നവദമ്പതികളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നിലമ്പൂർ മണലോടിയിലാണ് നവദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മണലോടിയിൽ താമസിക്കുന്ന രാജേഷ്, ഭാര്യ അമൃത എന്നിവരാണ് മരിച്ചത്. രാജേഷിന് വിഷം ഉള്ളിച്ചെന്ന നിലയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ടിപ്പർ ലോറിക്കിടയിലേക്ക് തെറിച്ചുവിട സ്കൂട്ടർ യാത്രികനായ റിട്ടയർഡ് ലേബർ ഓഫീസറും പാറൽ കോളേജ് അധ്യാപനമായ ഉഴമലക്കൽ മുതിയങ്കോണം കിഴക്കേതിൽ ഹൗസിൽ സത്യനേശന് ദാരുണാന്ത്യം. ആര്യനാട് നെടുമങ്ങാട് റോഡിൽ സ്വകാര്യ ഓഡിറ്റോറിയത്തിന് സമീപം പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ നിറച്ച് പുറത്തേക്ക് വന്ന സ്കൂട്ടറും ഈ സമയം റോഡിലൂടെ വരികയായിരുന്ന സത്യനേശിന്റെ സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു.
വിമാനത്തിലെ സഹയാത്രികയോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തു. വട്ടപ്പാറ സ്വദേശി ജോസിനെതിരെയാണ് വലിയതറ പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി. മണിപ്പൂർ ഗവർണർക്ക് നാഗാലാൻഡ് ഗവർണറുടെ അധിക ചുമതല നൽകി. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ പല്ലയ്ക്കാണ് അധിക ചുമതല നൽകിയത്. നാഗാലാൻഡ് ഗവർണറുടെ നിര്യാണത്തെ തുടർന്നാണ് ഈ തീരുമാനം. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി നാളെ ദില്ലിയിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള സമിതികൾക്കിടയിലെ ചർച്ചയ്ക്കാണ് വാങ് യി എത്തുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന വീട്ടുകാരെ കാണിക്കാനായി കോക്പിറ്റ് ഡോർ തുറന്നിട്ട് പൈലറ്റിന് സസ്പെൻഷൻ. ബ്രിട്ടീഷ് എയർവേസ് പൈലറ്റ് ജാക്ക് സ്റ്റാൻഡിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഹൂത്രോവിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള വിമാനത്തിൽ കഴിഞ്ഞയാഴ്ചയാണ് സംഭവം നടന്നത്. കോക്പിറ്റ് വാതിൽ തുറന്നിട്ട് പറത്തുന്ന പൈലറ്റിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 307 കുവൈറ്റിനെ നടുക്കിയ വിഷമത്തെ ദുരത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 23 ഏഷ്യൻ പ്രവാസികൾ മരിക്കുകയും 160-ലധികം പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സുരക്ഷാ ഏജൻസികൾ വ്യാപകമായ പരിശോധനകളും റെയ്ഡുകളും ശക്തമാക്കി. അഹമ്മദി സുരക്ഷാ സേന നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ ഹാഹാഹിയിൽ പ്രദേശത്തെ ഒരു നേപ്പാളി സ്ത്രീ നടത്തിയിരുന്ന മദ്യ നിർമ്മാണ കേന്ദ്രം പിടിച്ചെടുത്തു. ഹമാസ് നേതാവ് നാസർ മൂസയെ വധിച്ചായി ഇസ്രായേൽ. തെക്കൻ ഗാസ മുൻപയിലെ ഖാൻ യൂനിസിൽ ആയുധ സംഭരണത്തെ കേന്ദ്രത്തെ ലക്ഷ്യമാക്കി നടത്തിയ വ്യോമാക്രമണത്തിലാണ് നാസർ മൂസ കൊല്ലപ്പെട്ടതെന്ന് വിവരങ്ങൾ. ഈ മാസം 9-നാണ് മൂസ ഖാൻ കൊല്ലപ്പെട്ടതെന്നാണ് അറിയിക്കുന്നത്. വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയ്ക്ക്. നാളെ സെലൻസ്കി വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ട്രംപും സെലൻസ്കിയും 1.5 മണിക്കൂർ ഫോണിൽ സംസാരിച്ചു. ഉക്രൈൻ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നിർണായക കൂടിക്കാഴ്ച മുന്നോടിയായി US സൈനിക ശക്തിയുടെ പ്രദർശനം. അലാസ്കയിലെ ജോയിന്റ് ബേസ് എൽമെൻഡോർഫ് റിച്ചാർഡ്സിൽ നടന്ന കൂടിക്കാഴ്ച സമയത്ത് ഒരു B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബേറും US യുദ്ധവിമാനങ്ങളും ഇരു നേതാക്കളും മുകളിലൂടെ പറന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച സ്വാഗതം ചെയ്ത് ഇന്ത്യ. സമാനത്തുള്ള ഇരുവരുടെയും സാന്നിധ്യം അത്യന്തം പ്രശംസനീയമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി നിർത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ഇതാണ് അമേരിക്കയുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറാൻ റഷ്യയെ പ്രേരിപ്പിച്ചെന്നും ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഈ അവകാശവാദം ശരിയില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക ഇറക്കുമതി തിരിവ് ചുമത്തില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈൻ്റെ അധീനതയുള്ള ഡൊണസ്റ്റിക് വിട്ടുകൊടുക്കണമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആവശ്യം ഉക്രൈനെ അറിയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യത്തെ പുതിയ ഭവന വായ്പകൾക്ക് തിരിച്ചടിയുമായി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ വായ്പകൾക്ക് പലിശ നിരക്കിൽ 0.25% വർധനയാണ് വരുത്തിയിരിക്കുന്നത്. ആസിഫ് അലി നായകനെത്തുന്ന മികച്ച നിരൂപക പ്രശംസ നേടിയ ചിത്രമാണ് സർക്കിട്ട്. തമർ സംവിധാനം ചെയ്ത ചിത്രം മികച്ച പ്രതികരണമുണ്ടായിട്ടും കൂടി തിയേറ്ററിൽ മികച്ച കളക്ഷൻ നേടിയില്ല. ഇപ്പോഴത്തെ ചിത്രം OTT റിലീസിന് ഒരുങ്ങുകയാണ്. വിജയ് സേതുപതി, നിത്തുമേനോൻ എന്നിവ പ്രധാന വേഷങ്ങളെത്തിയ ചിത്രമാണ് തലവൻ തലവി. പണ്ട് രാജൻ സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.